നാടൻ ഒരു വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ എന്താ പറയാ, ഒരു ബാച്ചിലർ ലൈഫിൽ ചെയ്യുന്നതാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. എളുപ്പമാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതൊരു നാടൻ സ്റ്റൈൽ വരികയും ചെയ്യും. എളുപ്പമുള്ളൊരു കാര്യമാണ്. എപ്പോഴും അടുക്കളയിൽ, ഈവൻ ബാച്ചിലർ ലൈഫിലായാലും ശരി, മാരീഡ് ആയി കഴിഞ്ഞിട്ടായാലും ശരി, ഈവൻ ഒരു അമ്മയായാലും ശരി, അടുക്കളയിൽ എത്രയും വേഗം പണി തീർക്കാൻ പറ്റുന്ന പണികൾ കണ്ടുപിടിക്കാൻ പറ്റുമോ, എന്നാൽ സ്വാദിഷ്ടമായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. എളുപ്പം മാത്രമല്ല, ഇതിൻ്റെ സ്വാദും ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി വേണം. ആസ് യൂഷ്വൽ ചിക്കൻ കറിക്ക് പറയുന്നത് പോലെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ എന്നാലും ഞാൻ ഇതിനകത്ത് സവാളയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 5 പച്ചമുളക്, അല്ലെങ്കിൽ 4 to 5 അങ്ങനെ വെച്ചോ. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക്. പിന്നെ വേണ്ടിയത് ഒരു 1 കിലോ ചിക്കൻ ആണെങ്കിൽ അറിയാമല്ലോ എത്രയാ, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ ഇഞ്ചി. പക്ഷെ ഇത് വെളുത്തുള്ളി ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മുളക് പൊടിയല്ലേ ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത്, ഇത് എന്നാ മുളകാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മളിതിന് ഓപ്ഷണലായിട്ട് കാശ്മീരി മുളക് എടുത്താൽ മതി. ഇച്ചിരി ഒരു എരിവുള്ള, ഇതൊരു ബേഗഡി മുളകെന്നാണ് അതിന് പറയുന്നത്. ഇതിന് ഇച്ചിരി എരിവുണ്ട്, നിറവുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത് കുറച്ച് ഗരം മസാലയാണ്. ഈ ഗരം മസാല എന്നൊക്കെ ചേർത്ത് പൊടിച്ചാന്നറിയോ? പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം, ഇത്രയും സാധനം മാത്രം ചേർത്താൽ ഇത് പൊടിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഗരം മസാല അങ്ങനെ അല്ലേന്ന് ചോദിച്ചാൽ ആണ്, എല്ലാം നല്ല. പക്ഷെ നമ്മൾ അന്നേരം പൊടിച്ചെടുക്കുന്ന ഒരു സാധനം ഭയങ്കര മണവാട്ടോ ഇതിന്, നമ്മൾ അന്നേരം പൊടിക്കുമ്പോൾ. പിന്നെ ഇതൊരു 2 സവാള, ഏറ്റവും കനം കുറച്ച് എങ്ങനെ അരിയാമോ അത്രയും കനം കുറച്ച് അരിഞ്ഞാൽ ചിക്കൻ കറി എളുപ്പമാവും. പിന്നെ ഉള്ളത് 2ാം പാല്, ഇത് 1ാം പാല്. ഇത് ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് ഇഷ്ടമാണ് ഇറച്ചിക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത്, ഭയങ്കര ടേസ്റ്റാണ്. അത് ഏട്ടൻ്റെ അമ്മയെ പറഞ്ഞു തന്നെ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വിനീഗർ. പിന്നെ നാടൻ കറി ആയതുകൊണ്ട് നിറച്ച് കറിവേപ്പില. ഇവിടെ ഞാൻ മേടിച്ചേക്കുന്നത് ഏകദേശം 1 കിലോ ഓളം വരുന്ന ചിക്കനാണ് മേടിച്ചേക്കുന്നത്. ചിക്കനൊക്കെ മേടിക്കുമ്പോഴല്ലോ എപ്പോഴും വലിയ കഷ്ണം പോവാതെ ഒരു ചെറിയ കഷ്ണം പോകുന്ന എപ്പോഴും നല്ല, എന്താ പറയുക, ആ ഉപ്പ്, എരിവ്, പുളിയൊക്കെ പിടിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ കഷ്ണമാണ്. അപ്പം ഇനി ഫസ്റ്റ് അടുപ്പൊന്ന് കത്തിച്ചു. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് മസാല അരയ്ക്കാനുണ്ട്. എളുപ്പ വഴിയല്ലേ. പക്ഷെ ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ഉള്ളി വാട്ടിയെടുക്കുകയും ചെയ്യാം. ഇതിന് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ കേട്ടോ, അതല്ല സൺഫ്ലവറോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മസാല അരയ്ക്കണേ. അതിന് വേണ്ടിയിട്ട് മസാല കൂട്ട് എടുക്കുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ച് ആ സവാള ഒന്ന് മൂക്കാനിട്ട് കഴിഞ്ഞാൽ 2 മണി എളുപ്പത്തിൽ നടക്കും. ഉള്ളി മൂക്കുന്ന രീതി അറിയാമല്ലോ, നല്ല ബ്രൗൺ കളർ ആവണം. ഇനി എപ്പോൾ നമ്മൾ ചിക്കൻ കറി വെച്ചാലും ഉള്ളി വാട്ടിയെടുക്കരുത്. എപ്പോഴും ബ്രൗൺ ആക്കി വെച്ചാൽ ആ ചിക്കൻ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും, നല്ല നിറം വരും. വാട്ടി വെച്ചാൽ ഉണ്ടല്ലോ ഒരു മധുരച്ചൊവ്വ അങ്ങനെയൊക്കെ വരുവേ. ഇതൊക്കെ ഞാൻ ആദ്യ ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠങ്ങളാണ്. ഇതിന് കടുക് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനകത്തോട്ട് അതവിടെ കിടന്നൊന്ന് മൂക്കട്ടെ. നല്ല ബ്രൗൺ ആവണം, ചുമ്മാ വാട്ടിയെടുക്കരുത്. ഒന്ന് ബ്രൗൺ ആവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പൂടി ഇടാവേ. ആക്ച്വലി ഇത്രയും ഉപ്പ് പോരാ, ഒരു ഇച്ചിരി കൂടെ ഉപ്പ് വേണം. എന്നാലും ഇപ്പൊ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇതിവിടെ കിടന്ന് അതിന്റെ ജോലി ചെയ്യട്ടെ. അടുത്ത് നമുക്ക് മസാല അരയ്ക്കാം. മസാല അരയ്ക്കാൻ എന്നാക്കിയാ വേണ്ടിയെന്ന് വെച്ചാല് ചെറിയ ഉള്ളി ഇതിപ്പോ ഒരു 10-12 എണ്ണം ഉണ്ടാവും. എത്ര കൂടുതൽ ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് വേണ്ടിയത് പച്ചമുളക്. ഇത് കുറച്ച് സ്പൈസി ആന്നു. സ്പൈസ് കുറയ്ക്കണമെന്നുള്ളവർക്ക് ഈ എന്താ പറയാ എരിവ്, ഈ മുളകൊക്കെ കാശ്മീരി മുളക് ചേർക്കാം. പച്ചമുളകിന്റെ എരിവ് കുറയ്ക്കാം. പിന്നെ കുറയ്ക്കാനുള്ളത് കുരുമുളകിന്റെ അളവ് ടേബിൾ സ്പൂൺ എന്നുള്ളത് ടീസ്പൂൺ ആക്കാം.
ഇതെല്ലാം ഞാൻ ഇതിന്റെ അളവിനാണ് എടുത്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഇടുന്നത്. പിന്നെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ഈ മുളക്. ഇതിനൊരിച്ചിരി സ്പൈസാ. അതെ, എൻ്റെ ഒരു അനിയത്തി ബാംഗ്ലൂറുണ്ട്, പുള്ളിക്കാരത്തി എനിക്ക് മേടിച്ചു തന്നതാ. പുള്ളിക്കാരത്തി ശരിക്കും എനിക്ക് ഒരുപാട് റെസിപ്പീസ് തരാമെന്ന് പറഞ്ഞു. പേര് അർച്ചന എന്നാണ്. പുള്ളിക്കാരത്തി ഒത്തിരി മാംഗ്ലൂരിയൻ റെസിപ്പീസ് ഒത്തിരി നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് അതും കുറെയൊക്കെ പഠിക്കണമല്ലോ. നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ നാടനും പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടുപിടുത്തങ്ങളും ഒന്നുമല്ല, പല നാട്ടിലുള്ള പല ഫ്ലേവേഴ്സ് നമുക്ക് അറിയണ്ടേ. മസാല നല്ല പേസ്റ്റ് പരുവത്തിനൊന്ന് അരച്ചു. അതേണ്ടേ, കണ്ടോ, നല്ല പേസ്റ്റ്, നല്ല നിറം. ഇതിനൊരു ഇച്ചിരി എരിവുള്ള മുളക. നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇടുക. ഉള്ളി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആ ഒരു എന്താ പറയാ, പിന്നെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവാനേ ഉള്ളൂ. ഒരു ഇച്ചിരി ഹൈ ഫ്ലെയിമേലോട്ട് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ആ അരപ്പും വെള്ളവും കൂടെ ചേർത്തു. ചീനച്ചട്ടി നല്ല ചൂടാകുന്നേരം ഉണ്ടല്ലോ, ഞാൻ പറയില്ലേ, ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മൂക്കാനും ആ എണ്ണ തെളിയാനും ഉള്ള ഒരു, ഇനി അധികം താമസമില്ല. അതാ കറക്റ്റ്. ഉള്ളി മൂക്കാൻ ആ ഒരു ഇച്ചിരി നേരം എടുക്കുന്നത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഒന്ന് അല്പം കുറച്ച് വെച്ച് നമുക്ക് ഈ ബാക്കി പൊടികൾ ഒന്ന് ഇതിനകത്തോട്ട് ചേർക്കണം. ഒരു മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ, ഇനി ഈ പൊടിയുടെ പച്ചച്ചൊവ ഒന്ന് മാറണം. നമ്മൾ ഈ തനി പൊടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും. അപ്പം ആ പൊടിയും കൂടെ ഒന്ന് മൂത്ത് അതിൻ്റെ ആ പച്ചച്ചൊവ മാറി ഈ പറഞ്ഞ പോലെ എണ്ണ ഒന്ന് തെളിയാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം. എപ്പോഴും ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി വെള്ളം സൈഡിൽ വെച്ചാൽ ഉണ്ടല്ലോ പടപടപട കാര്യം നടക്കും. വേണ്ട, ഇത് ഈ ചീനച്ചട്ടി ഒരു ഇച്ചിരി കട്ടിയുള്ള ഒരു പാത്രം ആയതുകൊണ്ട് ചൂട് മെയിൻറ്റെയിൻ ചെയ്യുവേ. വേണ്ടേ, എണ്ണ തെളിയുന്നുണ്ട്. ആ സമയത്ത് വേണ്ടേ ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇടുക. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, തണ്ടോട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ. ഈ അരപ്പെല്ലാം ചിക്കനേൽ നല്ലതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പുളി, ദാറ്റ് ഈസ് വിനീഗർ, അതൊരു ഇതിനൊരു അര അടപ്പ് ഒഴിച്ചാൽ മതിയേ. ഒത്തിരി പുളി വേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല, മുഴുവൻ ഇടരുത്, ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരവും കൂടെ കുറച്ചിടണം. ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റാൻ നേരം ഇട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഉപ്പ് ചേർത്തിട്ടില്ല.
കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഓക്കെ, ഇനിയാന്നു ഇതിൻ്റെ പണി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കനും കൂടെ ചേർത്തു. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഊറാൻ തുടങ്ങും. ഊറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, നമ്മുടെ അരപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ എണ്ണ തെളിഞ്ഞ് വരുവേ. അത് അതിൻ്റെ ആ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ മൂപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ അത് ആ പരിവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക, പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു എന്താ പറയുക റോ ടേസ്റ്റ് മാറിയിട്ട് അതിൻ്റെ ഒരു മൂത്ത മണം വരുവല്ലേ, അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലായില്ല, മണം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു എളുപ്പ വഴി ഇങ്ങനെ എണ്ണ തെളിയും. അതാണ് അതിൻ്റെ കറക്റ്റ് രീതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ 2ാം പാല് ഇതിനകത്തോട്ട് ഒഴിക്കുക. വെള്ളത്തിന് പകരം ഞാൻ ചേർക്കുന്നത് 2ാം പാലാണ്. ഈ 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. ഈ 2ാം പാലും ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും കൂടെ ചേർത്ത് ഈ ചിക്കൻ നല്ലതായിട്ട് വെന്ത് കുറുകി ഒന്ന് പറ്റി വരികയല്ലേ, ആ പറ്റി വരുന്ന സമയത്ത് നമ്മുടെ 1ാം പാലും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ അഥവാ കുറച്ച് കൂടുതൽ നമുക്ക് കറിയായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇറച്ചിക്ക് ഇങ്ങനത്തെ ഇത്രയും കറി മാത്രം പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങാപ്പാൽ 3ാം പാൽ ചേർക്കാം. അതല്ല 2ാം പാൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം, എങ്ങനെ ആയാലും. പക്ഷെ എത്ര കട്ടിയുള്ള പാല് ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് നമ്മുടെ ചിക്കന് കൂടും. പിന്നെ ഈ പറയുന്ന ഒക്കെ പ്രാക്ടിക്കൽ അല്ലാന്നറിയാം. ഒരു വീട്ടമ്മ വീട്ടുജോലി ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഒരു മെനക്കെട്ട ഏർപ്പാടല്ലേ 2ാം പാലൊക്കെ ഒരുപാട് എടുക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ഏനം പോലെ 3ാം പാലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ ഇത് രണ്ടും ചെയ്യാൻ ഒത്തില്ല, കുറച്ച് വെള്ളം ഒഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്താൽ മതി. എന്നിട്ട് 1ാം പാല് നല്ല കട്ടിക്കെടുത്താലും മതി. അപ്പോൾ പക്ഷേ ഈ ഒഴിക്കുന്ന വെള്ളം എങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് എങ്ങനെ വെച്ചാൽ ചിക്കൻ വേവണം, അറ്റ് ദ സെയിം ടൈം ഉരുളക്കിഴങ്ങും വേവണം. പിന്നെ ചിക്കനിൽ ഇങ്ങനെ ഒത്തിരി ലൂസായിട്ട് ഗ്രേവി കിടക്കരുത്. 1ാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇത് കോഴി മസാല എന്നാ പറയുക. അപ്പോൾ മസാല എന്ന് പറയുമ്പോൾ ഒരിക്കലും കറി പോലെ ഇരിക്കുകയല്ല, അതിങ്ങനെ പെരണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി നോക്കിയാൽ മതി. ഇനി ചിക്കൻ വേവട്ടെ. ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ ഇനി 1ാം പാൽ ഒഴിക്കും. കുറച്ച് ഗരം മസാലയും കൂടെ ഇടും, എന്നാലേ ആ ഒരു മണവും രുചിയും ഒക്കെ മുന്നേ വരുള്ളൂ. ഉപ്പ് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് എടുത്തോണം. അതേപോലെ ഒന്നുകൂടെ പറയാണ്, എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം ചേർക്കാൻ. കുറച്ച് സ്പൈസി ആണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഇതിന് പണിയൊന്നുമില്ല, 1ാം പാലും കൂടെ ചേർക്കാം. Ali's Kitchen. Let's cook with love.